ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ ഡയപ്പർ ബാഗിൽ എന്തൊക്കെയാണ് കുഞ്ഞിന് വേണ്ടി കരുതുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും കുഞ്ഞായതിനു ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ബാഗ് ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. അപ്പോൾ കുഞ്ഞിന് വേണ്ടുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്ത് ക്യാരി ചെയ്യും. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഇതിനകത്ത് എത്ര മാത്രം എന്നുള്ളത്. അപ്പോൾ ആ സംശയം എന്തായാലും തീർക്കാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചൊരു ബാഗാണ്. മദർലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഡയപ്പർ ബാഗാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ കമ്പാർട്ട്മെൻറ്റ് തുറന്ന് നോക്കാം. ഈ കമ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫീഡിങ് ബോട്ടിൽസ് വെക്കാനുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു ഇൻസുലേറ്റഡ് കാണുന്നുണ്ടോ? ഇൻസുലേറ്റഡ് കമ്പാർട്ട്മെൻറ്റാണ്. സോ നമുക്ക് ഹീറ്റും കൂളും ഒക്കെ ഇതിനകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യും. ഞാനിപ്പോൾ കുഞ്ഞിന് വേണ്ടിയുള്ള പാല്, ചൂടുവെള്ളം, കുറുക്ക് എല്ലാം തന്നെ ഇതിനകത്ത് കരുതുന്നത്. സോ വി ഹാവ് 3 ഹിയർ. ഒന്നിൽ പാൽ മുക്കി, ഇപ്പോൾ റെയിനിങ് സീസൺ ആയതുകൊണ്ട് കുടയൊക്കെയാണ് വെച്ചേക്കുന്നത്. ആൻഡ് ഹാവ് മൈ പെൻ ടു. സോ ഫീഡിങ് ബോട്ടിൽ. പിന്നെ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗാർബേജ് ബാഗ്, യൂസ്ഡ് ഡയപ്പേഴ്സ് കളക്ട് ചെയ്യാനുള്ള ഗാർബേജ് ബാഗുണ്ട്. പിന്നെ അഡീഷണൽ ന്യൂസ് പേപ്പർ ഉണ്ട്. എന്തിനോ എനിക്കറിയത്തില്ല, അതവിടെ ഇരിപ്പുണ്ട്. അത്രയേ ഉള്ളൂ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ. പിന്നെ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇത് ബോട്ടിൽ ഓഫ് വാട്ടർ. ആൻഡ് ഹിയർ ഇവിടെ നമുക്ക് വൈപ്സ്, ബേബി വൈപ്സ് വെക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഞാനത് തുറന്ന് വയ്ക്കാറില്ല കേട്ടോ, കാരണം വെറ്റ് വൈപ്സ് അല്ലേ, ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകത്തില്ല. സോ ബേബി വൈപ്സ്. ഞാൻ പാമ്പേഴ്സിൻ്റെയാണ് കേട്ടോ ബേബി വൈപ്സ് യൂസ് ചെയ്യുന്നത്. ഇത് റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, ഞാൻ ഒരു ഓവറോൾ ഐഡിയ തരുന്നത് മാത്രം. എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ബാഗിൽ ക്യാരി ചെയ്യുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ട്. സോ അതുപോലെ തന്നെ നിങ്ങൾക്കും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ സിബും കാര്യങ്ങളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, വെൽ ഓർഗനൈസ്ഡ് ആണ്, ആൻഡ് ക്യൂട്ട് പ്രിൻസ് ആണ്. സിബെല്ലാം ഭയങ്കര സ്മൂത്താണ്. സോ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എനിക്ക് ഓവറോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. സോ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളു കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ബേബീൻ്റെ ഞാൻ ഫോർമുല ഫീഡും കൂടി ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിൽക്ക് ഡിസ്പെൻസേഴ്സ് ആൻഡ് അഡീഷണൽ ഡയപ്പേഴ്സ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബീൻ്റെ ഡ്രസ്സ് ഞാൻ എക്സ്ട്രാ 2-3 പെയർസും കൂടെ ഞാൻ കഴുകാറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫീഡ് ചെയ്യുന്ന സമയത്ത് ബർപ്പ് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 പെയർസ് ഓഫ് ക്ലോത്ത് ഞാൻ കരുതിയിട്ടുണ്ട് കൊച്ചിൻ്റെ. പിന്നെ പെയർ ഇത് റോംപേഴ്സാണ് കേട്ടോ. അപ്പം കുഞ്ഞ് തണുപ്പാണോ എന്താണെന്ന് അറിയത്തില്ലല്ലോ, അപ്പം കുഞ്ഞ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും ഇതിനകത്ത്. അപ്പം ഞാൻ അഡീഷണൽ റോംപേഴ്സ് കരുതിയിട്ടുണ്ട്. പിന്നെ ബേബീൻ്റെ ഡയപ്പർ റാഷ് ക്രീം, പിന്നെ ബേബി ലോഷൻ ഈസ്, പിന്നെ ചെറിയൊരു ബോട്ടിൽ ജെൻറ്റൽ വാഷും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ട്രാവൽ ടൈമാണ് ഞാൻ ആക്ച്വലി ഈ സാധനങ്ങളൊക്കെ കരുതാറുള്ളത്. ബിക്കോസ് ട്രാവൽ ടൈമിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ വേണ്ടി വരുന്നറിയാം. കുഞ്ഞൊരു ജേർണിയൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര മാത്രമേ കരുതാറുള്ളൂ. പിന്നെ ഞാനൊരു ബേബിയുടെ റാപ്പർ കരുതിയിട്ടുണ്ട്. അഡീഷണൽ ഒരു കോട്ടൺ ക്ലോത്ത് കരുതിയിട്ടുണ്ട്. ഇത് ബേബിനെ ബർപ്പ് ചെയ്യുന്ന സമയത്തോ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫീഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് പബ്ലിക് പ്ലേസ് ആണെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഡയപ്പർ ചേഞ്ചിങ് മാറ്റ്, പിന്നെ ഒരു അഡീഷണൽ ബ്ലാങ്കറ്റ് അല്ല, എന്നാൽ കുറച്ചും കൂടി കട്ട് ചെയ്യുള്ളതാണ്. കുഞ്ഞിനെ എവിടെ ഉറങ്ങി കഴിഞ്ഞൊക്കെ എടുത്താൽ നമുക്ക് ഒന്ന് തോന്നുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ദാറ്റ് പർപ്പസ്. ആൻഡ് അഡീഷണലി ബേബിൻ്റെ ഫേസ് വൈപ്സ് കേട്ടോ. വൈപ്സ് അല്ല, ഫേസ് ക്ലോത്ത്സ് ആണ്. ഇതെനിക്ക് എത്ര ഉണ്ടെങ്കിലും പെട്ടെന്ന് തീർന്നു പോകും. കുഞ്ഞിനെ തുടയ്ക്കാനും മുഖം കഴുകാനും തുടയ്ക്കാനൊക്കെ ആയിട്ട്. അത് അത്യാവശ്യം നല്ല കോട്ടൺ, 100% കോട്ടൺ ആണ്. ആൻഡ് അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. സോ കോട്ടൺ ക്ലോത്ത്സ് യൂസ്. ഇതെൻ്റെ ബാഗിൽ വയ്ക്കേണ്ട കാരണം ഡ്രസ് ബാഗ്സാണ്.
ഞാനിപ്പോൾ ഇനി വേറെ അഡീഷണൽ ബാഗൊന്നും കരുതാറില്ല. കുഞ്ഞിന് എനിക്ക് വേണ്ടി ഒരൊറ്റ ബാഗാണ് കരുതാറ്. പിന്നെ ഏതെങ്കിലും കുഞ്ഞിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടവൽ. പിന്നെ പെസിഫയേഴ്സ്. ഞാൻ അങ്ങനെ പെസിഫയേഴ്സ് എൻകറേജ് ചെയ്യാറില്ല, പക്ഷെ എന്നും തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കരുതാറുണ്ട് മാത്രം. ഡെയിലി യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഞാൻ കരുതുന്നത് മാത്രം. സോ ആ കമ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞു. ഞാൻ ഇൻസൈഡ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻസൈഡ്. ഇതൊരു ഫിഷ് മൗത്ത് ഓപ്പണിംഗ് ആണ് കേട്ടോ അതിൻ്റെ. സോ ഓപ്പണിംഗ് ക്ലോസിങ് ഇത് ഈസിയാണ്. ഇവിടെ കമ്പാർട്ട്മെൻറ്റ് ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പിന്നെ അഡീഷണലി വി ഹാവ് ഇവിടെയും ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ എൻ്റെ സെൻറ്ററിൽ നോക്കി സാധിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നമുക്ക് ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ കമ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കമ്പാർട്ട്മെൻറ്റ് അല്ല കേട്ടോ. ആക്ച്വലി ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ എന്നുള്ള സാധനങ്ങൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഇൻ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പുള്ളി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ എല്ലാം കൂടെ കുത്തി വലിച്ചുള്ള ആ ബുദ്ധിമുട്ടൊന്നും ഒഴിവാക്കാൻ പറ്റും. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ബേബിക്ക് ഇപ്പോഴും ട്രാവൽ ചെയ്യുമ്പം വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് മെഡിസിൻസ് ആണ്. പാരസെറ്റമോൾ ഡ്രോപ്സ് ആൻഡ് വൈറ്റമിൻ ഡ്രോപ്സ്. പിന്നെ ഒരു തെർമോമീറ്റർ കൂടെ കരുതാം. അറിയില്ലല്ലോ, കുഞ്ഞുങ്ങളല്ലേ, അപ്പം നമുക്ക് കരുതണമല്ലോ. അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ തെർമോമീറ്റർ എപ്പോഴാണ് പനി വരാൻ ടെമ്പറേച്ചർ നോക്കാൻ. അപ്പോൾ ആ ഒരു സമയത്ത് ടെൻഷൻ വേണ്ടല്ലോ. പിന്നെ കുഞ്ഞൊരു ബോട്ടിൽ കോക്കനട്ട് ഓയിൽ പാരച്യൂട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും മിസ്ലേനിയസ് ആവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ദെൻ നിയോസ്പ്രിൻ പൗഡർ ഓൾസോ. സോ ദാറ്റ്സ് ഇറ്റ്. സോ അത്രയേ ഉള്ളൂ എൻ്റെ ഡയപ്പർ ബാഗിനകത്ത്. സോ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലായിട്ട് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.